Hello friends, welcome to my channel. iPhone 12 unboxing video ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാ കൊല്ലവും ഒന്നോ രണ്ടോ ഐഫോൺ മോഡലുകളാണ് പുറത്തിറങ്ങാറ്. പക്ഷേ ഈ ഒരു കൊല്ലം അതായത് 2020ൽ 4 ഐഫോൺ മോഡലുകളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. അതായത് iPhone 12 mini, iPhone 12, iPhone 12 Pro, iPhone 12 Pro Max. നമ്മളിവിടെ ഇതിൽ iPhone 12ന്റെ അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. iPhone 12ന്റെ വെർച്വൽ ലോഞ്ച് നടന്നത് October 13നും അതുപോലെ തന്നെ അതിന്റെ പ്രീ ഓർഡർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് October 16നും അത് മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങിയത് October 23നുമാണ്. അപ്പോൾ ഓൺലൈനായിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഏകദേശം ഒരാഴ്ച നമുക്ക് എടുത്തു iPhone 12 കയ്യിൽ കിട്ടാൻ. ഇതുപോലെയുള്ള ചെറിയൊരു ബോക്സിലാണ് വന്നിട്ടുള്ളത്. നമുക്കപ്പോൾ ഇനി ഓപ്പൺ ചെയ്യാം. iPhone 12 വന്നിരിക്കുന്നത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചെറിയ ബോക്സിലാണ്. അതിൻ്റെ കാരണം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതും ഒരുപാട് കോൺട്രവേഴ്സിയുമായ ഒരു കാര്യം തന്നെയാണ്. ഇതിനോടൊപ്പം ചാർജർ ഇല്ല. ഇതൊരു പരിധി വരെ മാത്രമേ സത്യമായിട്ടുള്ളൂ. കാരണം ചാർജർ കേബിൾ ഇതിനോടൊപ്പം ആപ്പിൾ നൽകിയിട്ടുണ്ട് എന്നതാണ്. നൽകാത്തത് ചാർജർ കുത്തതിനുള്ള ആപ്പിൾ ചാർജർ ബ്ലോക്കാണ്. എന്നാൽ iPhone 11 വാങ്ങിയവർക്ക് അതിനോടൊപ്പം ലഭിച്ച ചാർജിംഗ് ബ്ലോക്ക് ഉപയോഗിച്ച് iPhone 12 വോൾട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. iPhone 11 വാങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് USB-A ചാർജറാണ്. അതുപയോഗിച്ച് iPhone 12 ചാർജ് ചെയ്യാൻ സാധിക്കില്ല. മറ്റൊരു ഓപ്ഷൻ ഉള്ളത് മാക്ബുക്ക് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാം എന്നതാണ്. iPhone 12ന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മാക്സ് സേഫ് ആണ്. ഇതൊരു പുതിയ സംഭവമാണെങ്കിലും ആപ്പിൾ വാച്ച് ഉപയോഗിക്കുന്നവർക്ക് പരിചിതമായ ഒന്നാണ് ഇത്. ചാർജിംഗ് ആണ് ഇതിന്റെ പ്രധാന ഉപയോഗം. iPhone 12 5 വ്യത്യസ്ത കളറുകളിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ബ്ലാക്ക്, വൈറ്റ്, പ്രൊഡക്റ്റ് റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. ഇതിൽ ബ്ലാക്ക് കളറാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3 മെമ്മറി സൈസിലാണ് ഇത് വരുന്നത്. 64 GB, 128 GB, 256 GB. ഇതിൽ ഞങ്ങൾ 128 GBയുടെയാണ് വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഇതിനകത്ത് ഒരു ചാർജിംഗ് കേബിളും ഒരു പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനോട് കൂടിയ ഒരു മാനുവലും ഒരു ആപ്പിൾ സ്റ്റിക്കറും ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു സിം കാർഡ് ഇടാനുള്ള പിന്നും ആപ്പിൾ നൽകിയിട്ടുണ്ട്. ഇതിൽ പഴയ പോലെ തന്നെ ഒരു പവർ ബട്ടണും വോളിയം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനുമുള്ള ബട്ടൺസും ഉണ്ട്. അതിനോടൊപ്പം ഫിസിക്കലി സൈലന്റ് ആക്കുന്നതിനുള്ള ബട്ടണും ഉണ്ട്. ഇതിൽ യാതൊരു മാറ്റവും ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. ഐഫോൺ ഓൺ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ക്ലാസിക്കൽ ആപ്പിൾ ലോഗോ ആണ് കാണുന്നത്. ഇതിലും ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഇതിനുശേഷം നിങ്ങൾക്ക് പഴയ ഐഫോൺ അടുത്ത് വെച്ച് പുതിയ ഐഫോൺ സെറ്റപ്പ് ചെയ്യാം. അല്ലെങ്കിൽ മാനുവൽ സെറ്റപ്പ് ഓപ്ഷനും അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ മാനുവൽ ആയിട്ടാണ് സെറ്റപ്പ് ചെയ്യുന്നത്. ഇത് വളരെ ഫ്ലെക്സിബിൾ ആയ ഒരു ഓപ്ഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഓപ്റ്റ് ചെയ്തത്.
ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ക്യാമറയിലാണ്. ഐഫോൺ 12 മോഡലിൽ 2 ക്യാമറകളാണ് ഉള്ളത്. ഒരു വൈഡ് ആംഗിൾ ക്യാമറയും അതുപോലെ തന്നെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും. വൈഡ് ആംഗിൾ ക്യാമറ 1.6 അപ്പർച്ചർ ഉള്ളതുകൊണ്ട് ഏതൊരു DSLR ക്യാമറയ്ക്കും നൽകാൻ കഴിയുന്ന അത്രയും ഷാർപ്പും ബാക്ക്ഗ്രൗണ്ട് ബ്ലറുമായ പിക്ചേഴ്സ് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 2x ഒപ്റ്റിക്കൽ സൂമും 5x ഡിജിറ്റൽ സൂമും നൽകാൻ ഇതിന് സാധിക്കും. വീഡിയോ റെക്കോർഡിംഗിൽ 4K വീഡിയോസ് നമുക്ക് 24 FPS-ലും 30 FPS-ലും 60 FPS-ലും എടുക്കാം എന്നുള്ളതാണ്. ഏതൊരു എക്സ്പെൻസീവുമായ DSLR ക്യാമറയ്ക്കും നൽകാൻ കഴിയുന്നതിനേക്കാൾ ബെറ്റർ പെർഫോമൻസ് ആണ് ഇത്. മറ്റൊരു സവിശേഷത ഇതിനുള്ളത് നൈറ്റ് ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി സപ്പോർട്ടാണ്. ലോ ലൈറ്റ് ഫോട്ടോസ് ബെറ്റർ ആക്കി എടുക്കാനുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ഇതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ f1.6 വളരെയധികം ലൈറ്റ് ക്യാമറയിൽ കൊണ്ടുവന്ന് നൈറ്റ് ഫോട്ടോഗ്രാഫ്സ് ബെറ്റർ ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഐഫോൺ 12ന്റെ ഫിനിഷിംഗ് ആണ്. ഇതിൻ്റെ സൈഡ് അലുമിനിയം ഫിനിഷാണ്. അതുകൊണ്ട് തന്നെ ഐഫോൺ 12 പ്രോ അപേക്ഷിച്ച് കൂടുതൽ ഫിംഗർ പ്രിൻറ്റ് പതിയാനുള്ള സാധ്യത ഐഫോൺ 12ന് കുറവാണ്. ഇതിൻ്റെ സൈഡ് വളരെ ഫ്ലാറ്റ് ആയതുകൊണ്ട് മറ്റ് ഐഫോൺ മോഡലുകളേക്കാൾ നല്ലൊരു ഗ്രിപ്പ് ഇതിന് നൽകുന്നുണ്ട്. കയ്യിൽ നിന്ന് തെന്നി പോകുന്നതിനും വീണുടയുന്നതിനും ഒഴിവാക്കാൻ ഒരു പരിധി വരെ ഇത് സഹായിക്കും. ഐഫോൺ 12 വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മറ്റൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് പഴയ ഐഫോൺ മോഡലുകളെ അപേക്ഷിച്ച് കൂടുതൽ ബിൽഡ് ക്വാളിറ്റി ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ താഴെ വീണു പൊട്ടുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് വെയിറ്റ് ആണ്. ഇത് വളരെ ലോ വെയിറ്റ് ആണ്. ഇറ്റ് ഫീൽസ് ലൈക്ക് ഇറ്റ്സ് ലൈറ്റർ ദാൻ മെനി ഓഫ് ഹിസ് പ്രെഡിസസേഴ്സ്. ഇതിൻ്റെ സൈഡിലായി ഒരു കട്ട് കാണാം. ഇത് 5G എനേബിളർ ആണ്. ആസ് എവരിവൺ നോസ് ഐഫോൺ 12 കംസ് വിത്ത് 5G. ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് A14 ബയോണിക് ചിപ്പാണ്. ഇത് ഐഫോൺ 11ലുള്ള A13 ബയോണിക് ചിപ്പിനെ അപേക്ഷിച്ച് വളരെ ബെറ്റർ പെർഫോമൻസ് നൽകും. അതുപോലെ തന്നെ ഗ്രാഫിക്സും വളരെയധികം ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഐഫോൺ 11ൽ ഉള്ളതുപോലെ തന്നെ ഫേസ് റെക്കഗ്നേഷൻ തന്നെയാണ് ഇതിലും ഫോൺ ഓപ്പൺ ചെയ്യുന്നതിനായിട്ടുള്ളത്. എന്നാൽ തമ്പ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്തവണയും നിരാശയാണ് ഫലം. ഐഫോൺ 12 വളരെ കോമ്പാക്റ്റ് ആയതും എന്നാൽ ആവശ്യത്തിന് ഡിസ്പ്ലേ സൈസ് ഉള്ളതുമായ ഒരു മോഡലാണ്. ഇതിൻ്റെ ഹൈറ്റ് 146 മില്ലിമീറ്ററും വിഡ്ത്ത് 71 മില്ലിമീറ്ററുമാണ്. അതുകൊണ്ട് തന്നെ കയ്യിൽ ഒതുങ്ങുന്നതും എന്നാൽ വളരെ ചെറുതല്ലാത്തതുമായ ഒരു മോഡലാണ് ഐഫോൺ 12. ഈ അൺബോക്സിങ് എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വളരെ നല്ലൊരു ഫോണാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതായത് ഐഫോൺ 12 വളരെ കംഫർട്ടായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ്. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് ഐഫോൺ 12. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.